പോണ പോലെ ഇലക്ട്രിക്കൽ ശ്രദ്ധിക്കണം. വർക്ക് ചില ആളുകൾ അതെ, ഫ്ലോറിൽ അത് കൂടി ചെയ്യണ ലാമിനേഷന്റെ കണ്ടുണ്ട്. തന്നെ ഒരു അത് പുതിയൊരു വേർഷനാണ്. അത്ര ഇനിയിപ്പോ ഈ ഡ്രോയിങ് പ്രായോഗികമായിട്ടുള്ള മസ്റ്റായിട്ടും ബുദ്ധിമുട്ടുകളില്ലേ എന്നാണ്. ഏതൊരാൾക്കും നമുക്ക് നമ്മൾ ഈ ഒരു സെക്ഷൻ നടത്തുന്നതിന്റെ ഒരു മോട്ടിവേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് അവർ വീട് പണിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും വീട് പണിയുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാതെ അവർക്ക് ഓരോരോ വർക്കുകളിൽ വരുന്ന, ഇപ്പോൾ ഗ്ലാസ് വർക്കുകളാണെങ്കിലും അല്ലെ ഇലക്ട്രിക്കൽ വർക്കുകളാണെങ്കിൽ പോലും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് സേവ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് തെറ്റ് പറ്റുന്ന ഒഴിവാക്കാം. നമുക്ക് എപ്പോഴും വീട് പണിയിൽ ഒരിക്കലും കോസ്റ്റ് സേവ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കറക്റ്റായി ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് വലിയ കോസ്റ്റിലോട്ട് പോകാതെ അത് സേവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി പ്രോപ്പറായിട്ട് വീഡിയോ പണിയുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് എം ഡെപ്പിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ എക്സ്പെർട്സിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് ഇതിലൂടെ തരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എല്ലാ മെമ്പേഴ്സും, എല്ലാ ഫാമിലീസിനും വളരെയധികം യൂസ് ആവട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. ആദ്യം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങളുമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്ന ഒരു 3 പേരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ പ്ലാറ്റ്ഫോമിലെ മെമ്പേഴ്സിന് അവരുടെ ഒരു എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യാമെന്ന ഒരു 3 മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ജെയ്സൺ ജോർജ് സാറാണ്. സാറിനെ ഞാൻ ജെയ്സൺ ജോർജ് സാറ് SNS കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. പ്രോജക്ട് കൺസൾട്ടന്റ് ആയിട്ട് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി സ്ഥാപനമാണ്. സാറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ സജീവ് സാർ ഗ്രാൻഡ് ഫാബ് സാറ് ഒരു ഗ്ലാസ് ആൻഡ് ഫാബ്രിക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. സാറ് നമുക്ക് ഹാൻഡ് റെയിലിനെ കുറിച്ചും ഗ്ലാസ് വർക്കുകളിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേഷനുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സാറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. സാറിന് ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ പങ്കുവയ്ക്കാം. അതുകൂടാതെ നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കൺസൾട്ടന്റ് ആയിട്ടുള്ള പ്രേംകുമാർ സാറും കൂടെ ജോയിന്റ് ആയിട്ടുണ്ട്. സാറിനെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. 3 പേരെ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട് പണിയിൽ വരുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന, പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ സ്റ്റൈല് ഓഫ് ഹോമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി കൊളോണിയൽ സ്റ്റൈല് അല്ലെങ്കിൽ കണ്ടംപററി സ്റ്റൈല്, അങ്ങനെ ഒരുപാട് വീടുകൾ വരാറുണ്ട്. ആ ഒരു വീടുകളെ കുറിച്ച് നിങ്ങളോട് കേരളത്തിന്റെ ക്ലൈമറ്റിൽ ഇപ്പൊ നമുക്കറിയാൻ സാധിക്കും, മഴയൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ഏതാണ്, എന്നാൽ മോഡേൺ രീതി കീപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജെയ്സി സാർ, നമ്മുടെ പ്രോജക്ട് കൺസൾട്ടന്റ് ആയിട്ടുള്ള ജെയ്സി സാറ് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സാറിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സാർ ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമുക്ക് നമ്മുടെ ഈ കേരള ക്ലൈമറ്റിന് പറ്റുന്ന ഒരു ഡിസൈനും അതുപോലെ തന്നെ ഈവൻ ഫാമിലീസിനാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടങ്ങളുണ്ടാവും. കണ്ടംപററി സ്റ്റൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ സാറിന്റെ ഒരു ബെറ്റർ ഗൈഡൻസ് എന്താണെന്നുള്ളതൊന്ന് സജസ്റ്റ് ചെയ്യാമോ? നമസ്കാരം. ഞാൻ ജെയ്സൺ, തൃശ്ശൂരിൽ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്ന റോങ്ങില് പറഞ്ഞതായിരിക്കും. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. SNS എന്നാണ് എൻ്റെ സ്ഥാപനത്തിന്റെ പേര്. ഇപ്പൊ ഇവിടെ നമ്മൾ കേരളത്തിൽ പൊതുവായിട്ട് കാണുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കണ്ടംപററി ആണ്. ഒറിജിനൽ കണ്ടംപററി ഡിസൈനിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റില്ല. അതിൽ നിന്ന് ഈ കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷനെ മാച്ച് ആവുന്ന തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അതല്ലാതെ ചെയ്തതൊക്കെ കാലങ്ങൾ കഴിയും തോറും അതിന്റെ ആ ചെയ്യുന്ന കാലത്തെ ആ ഒരു ബ്യൂട്ടി പിന്നെ നിലനിൽക്കാറില്ല. കാരണം നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അങ്ങനെയാണ്. 6 മാസം തീവ്ര മഴ തന്നെയാണ്. അപ്പോ ഈ വാളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ഡയറക്റ്റ് വാളിന്റെ മുകളിലേക്ക് മഴ പെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ അത് ടോപ്പ് ടു ബോട്ടം അതിന്റെ പെയിന്റിങ് നിലനിൽക്കാതെ വരികയും പിന്നെ പോകെ പോകെ അത് ഒരു ബ്ലാക്ക് കളർ കയറി പിന്നെ ഒരു ക്രാക്ക് വീണ് ആ ക്രാക്കിൽ കൂടെ വെള്ളം അകത്തേക്ക് വന്ന് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കാഴ്ചയിലെ കണ്ടംപററി തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു വർക്ക് സൺഷെയ്ഡിന്റെ മുകളിലെ ഒരു പാരപ്പറ്റിന്റെ മുകളിലേക്ക് സൺഷെയ്ഡ് കയറ്റിക്കൊണ്ട് ഒരു വാൾ ലൈനിൽ നിന്ന് ഒരു കുറച്ച് പ്രൊജക്ഷൻ അതിൽ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പല വർക്കുകളും ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷന് വെച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടംപററി നമുക്ക് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും.
ഓവറോൾ നമുക്ക് ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ആ ആർക്കിടെക്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലേക്ക് പറ്റിയ ബിൽഡിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല കേരള ആർക്കിടെക്ചർ തന്നെയാണ്. നമ്മുടെ മഴയുടെ കാര്യമാണെങ്കിലും ശരി, നമ്മുടെ അവിടേക്ക് കിട്ടുന്ന വെയിലിന്റെ സംഭവമാണെങ്കിലും ശരി, അതിനെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർക്കിടെക്ചർ തന്നെ പഴയ കാലത്ത് നമ്മുടെ പൂർവികര് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഡയറക്റ്റ് ചുമരിന്റെ മുകളിലേക്ക് വെയിലടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള താഴ്ന്നിറങ്ങുന്ന സൺഷെയ്ഡുകളും, അതുപോലെ ഒരു വരാന്ത, ചുറ്റുഭാഗം ഒരു വരാന്ത കൊടുത്തുകൊണ്ട് ആദ്യം വരുന്ന ആ ചൂടുള്ള എയറിനെ ഒന്ന് താങ്ങി നിർത്തി അവിടെ നിന്ന് ഉള്ളിലേക്ക് ജനലിൽ കൂടെ അകത്തേക്ക് കയറുന്ന ഒരു സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തത് ഇവിടുത്തെ എക്സ്ട്രീം ചൂടിനെയും എക്സ്ട്രീം മഴയെയും നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ കാലങ്ങള് കഴിയണ സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഈ വിക്ടോറിയൻ ആർക്കിടെക്ചർ, അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആർക്കിടെക്ചർ ഫ്യൂഷനുകൾ ഇവിടേക്ക് കയറി വന്നിട്ടുണ്ട്. ഇതൊക്കെ അഡോപ്റ്റ് ചെയ്താലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് മാച്ച് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ മാച്ച് അല്ല പക്ഷെ അത് മാച്ച് ആക്കുന്ന തരത്തിലേക്കുള്ള ചില എലമെന്റുകൾ അതിൽ ചേർക്കുന്നത് നമ്മുടെ ബിൽഡിംഗ് സേഫ് ആയിട്ടിരിക്കാൻ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. നെക്സ്റ്റ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള ഒരു ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കൺസൾട്ടന്റ് ആയിട്ടുള്ള പ്രേംകുമാർ സാറിനോടാണ്. സാർ, നമ്മുടെ ഒരു വീട്ടുകാർക്ക്, ഒരു ഫാമിലിക്ക് അവരുടെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് പ്ലാനിങ് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ മുമ്പ് ചെയ്യുന്ന സമയത്ത് പല പല മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സൈഡിലോട്ട് വരുമ്പോൾ ഒരു കൺസ്ട്രക്ഷന് മുമ്പായിട്ട് ഫാമിലീസിന് വരുന്ന ഒരു മിസ്റ്റേക്കുകൾ എങ്ങനെയാണ്, അതിനൊന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അത് സാറിന്റെ ഒരു ഇത്രയും നാളത്തെ ഒരു ആദ്യം തന്നെ സാറിന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് പ്രേംകുമാർ എന്നാണ്. ഞാനൊരു ഇലക്ട്രീഷ്യനാണ്, വിത്ത് പ്ലംബറാണ്. ഞാൻ കൊല്ലം കുണ്ട്ര ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മള് ഇലക്ട്രിക്കലിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ ഒരു കൺസൾട്ടിങ് ഒരു എഞ്ചിനീയറെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന്റെ ഒരു ഇലക്ട്രിക്കൽ ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് തന്നെ. അപ്പം നമുക്ക് വേണ്ടുന്നത് ഒരു MEP ഡ്രോയിങ് മസ്റ്റായിട്ടും ഏതൊരാൾക്കും നമുക്ക് വേണ്ടുന്നതാണ്. ഇനിയുള്ള കാലം വരുന്നതെന്ന് പറഞ്ഞാൽ MEP. അപ്പം നമുക്ക് ഒരു പെർഫെക്റ്റ് ഡ്രോയിങ്, നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് ആയാലും 1500 സ്ക്വയർ ഫീറ്റ് ആയാലും 1000-ൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് ആയാലും നമുക്ക് കിട്ടുന്ന ഒരു ഡ്രോയിങ് ഉണ്ട്. നമ്മുടെ ഏത് ഒരു ബെഡ്റൂം വാൾ ബൈ വാൾ നമുക്ക് MEP ചെയ്യാൻ പറ്റും, വാൾ ബൈ വാൾ. അപ്പൊ നാളെ നമ്മൾ ചെയ്യുന്ന വയറിങ്ങിനകത്തൂടെ നമ്മളുടെ ഒരു ഫോട്ടോ തൂക്കാനോ അല്ലെങ്കിൽ ക്ലോക്ക് തൂക്കാനോ നമ്മളൊരു ഡ്രില്ല് ചെയ്യാൻ പലരും പേടിപ്പെടും. ഇതിലൊക്കെ കൂടെ വയറിങ് പോയിട്ടുണ്ടോ, ഇതിലൊക്കെ കൂടെ പൈപ്പ് പോയിട്ടുണ്ടോ, പല കാര്യങ്ങളിലും പല ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷെ അത് നമ്മളൊരു MEP ഡ്രോയിങ്ങിൽ നമ്മളത് കൺസൾട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രീഷ്യനെ കൊണ്ട് നമ്മൾ ആ വാളിൽ കൂടെ ഏത് സെന്റിമീറ്ററിലാണ് നമുക്ക് ഇലക്ട്രിക്കലിന്റെ പോയിന്റ് പോയേക്കുന്നത്, വയർ പോയേക്കുന്നത്, പൈപ്പ് പോയേക്കുന്നത്, ആ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ സാർ, നെക്സ്റ്റ് ആ ഒരു പോയിന്റ് പങ്കുവച്ച സാറിനോട് നന്ദി പറയുന്നു. സാർ, നെക്സ്റ്റ് നമ്മുടെ ഒരു ഗ്ലാസിന്റെ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ജസ്റ്റ് അയക്കാം. സാർ, നമുക്ക് ഇപ്പോൾ സജീവ് സാർ നമ്മളിപ്പോ പല ടൈപ്പുള്ള ഹാൻഡ് റെയിൽ വർക്കുകൾ വീടുകളിലും ചെയ്യാറുണ്ട്. അത് സേഫ്റ്റിയും അതുപോലെ സ്റ്റൈലുകളും ഒക്കെയാണ് ഒരു വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. അതൊക്കെ ഏതൊക്കെയാണ്? അതിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു ഒപ്പീനിയൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? എന്റെ പേര് സജീവ്. ആലുവ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തുന്നു, ആലുവയാണ്. സാറ് ചോദിച്ച ചോദ്യം, പല ടൈപ്പിലുള്ള ഹാൻഡ് റെയിലുകൾ ഒരു വീടുകളിൽ ചെയ്യുന്നു. അതിൽ ഏറ്റവും ബെറ്റർ ഏതാണെന്നാണോ അത് സ്റ്റൈലിഷ് ഏതാണെന്നാണോ സാറിന് ചോദിച്ചത്? ഓക്കെ. അല്ല, പല ടൈപ്പ് ഓഫ് ഹാൻഡ് റെയിൽ ഉണ്ട്. അതിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു ഒപ്പീനിയൻ, ഏതൊക്കെ ഹാൻഡ് റെയിൽസ് ഉണ്ട്, അതുപോലെ അതിന്റെ ഒരു ബെറ്റർ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പല ടൈപ്പിലുള്ള ഹാൻഡ് റെയിൽ GI ചെയ്യാം, ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്യാം, ഗ്ലാസ്സിൽ ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ തന്നെ 3 ടൈപ്പ് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. ഒന്ന് ടീനേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രേഡ് കിട്ടുന്നുണ്ട്,
304 എന്ന് പറഞ്ഞ ഗ്രേഡ് കിട്ടുന്നുണ്ട്. 316 എന്ന് പറഞ്ഞ ഗ്രേഡ് നോർമലി കടകളിൽ ഉണ്ടാവില്ല, ഓർഡർ ചെയ്ത് എടുക്കേണ്ടി വരും. പിന്നെ 304 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഔട്ട്സൈഡുകളിൽ ചെയ്യുന്ന ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ വീടിന്റെ ഔട്ട്സൈഡുകളിൽ ചെയ്യുന്നതിന് 304 ആണ് ഏറ്റവും ബെറ്റർ. അത് എവിടെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള പ്ലേസിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ഗ്രേഡ് തീരുമാനിക്കുന്നത്. കോസ്റ്റൽ ഏരിയകളാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും 304 ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അതാണ് കളർ വ്യത്യാസം വരും സിലിണ്ടർ. കോസ്റ്റൽ ഏരിയകൾ ചേർന്നുള്ള, അതായത് നമ്മൾ ഫോർട്ട് കൊച്ചി അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഇതേപോലത്തെ ഏരിയകളിൽ ചെയ്യുകയാണെങ്കിൽ 316 തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ആ പൈപ്പിനകത്ത് അതിന്റെ മെറ്റീരിയലിനകത്ത് മോളിബിനം എന്ന് പറയുന്ന മെറ്റീരിയൽ അടങ്ങിയിരിക്കുന്നതാണ് എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പൊ സ്റ്റെയിൻലെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് രണ്ട് പ്രിഫർ, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗ്ലാസ് ചെയ്യും. ഓക്കെ, മുജീബ് സാർ ചോദിച്ചോളൂ. നമസ്കാരം. ഓക്കെ, ഞാൻ നമസ്കാരം. ഇലക്ട്രിക്കൽ വർക്ക് ചില ആളുകൾ ഫ്ലോറിൽ കൂടെ ചെയ്യണമെന്നുണ്ട്. അത് അത്ര പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ നാട്ടില് ഫ്ലോറിൽ കൂടെ ചെയ്യുന്നത്, സാറേ പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. അപ്പൊ നമ്മുടെ നാട്ടില് ഫ്ലോറിൽ കൂടെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഫ്ലോറിൽ കൂടെ ചെയ്യുന്നത് നമുക്ക് കോണ്ടിവിട്ട് കുറയ്ക്കാം, വയറിന്റെ എക്സ്പെൻസ് കുറയ്ക്കാം, ലേബർ കുറയ്ക്കാം. പക്ഷേ നമ്മുടെ ഈ വർക്കിന്റെ രീതിയിൽ നമ്മൾ ഫ്ലോറിൽ കൂടെ ചെയ്യുന്ന പല പൈപ്പുകളും ഫ്ലോപ്പാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ ഇട്ടേക്കുന്ന പൈപ്പുകൾ കോൺക്രീറ്റിനകത്തോട് ഇടാൻ പരമാവധി ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാല് നമ്മൾ ഫ്ലോറിൽ കൂടെ ഇടുന്ന പൈപ്പ് കോൺക്രീറ്റിനകത്തായിരിക്കണം. മണ്ണിൽ ഒരിക്കലും ആ പൈപ്പ് ടച്ച് ആവാൻ പാടില്ല. ഒന്നത്. രണ്ടാമത്തത്, നമ്മുടെ ഇട്ടേക്കുന്ന കോൺക്രീറ്റിനകത്ത് നമ്മൾ വാൾ നനയ്ക്കുമ്പോഴും നമ്മൾ നല്ലോണം, വീട്ടുകാരൻ നല്ലോണം ഓസിട്ടൊക്കെ ആയിരിക്കും വെള്ളം അടിക്കുന്നത്. പൈപ്പിനകത്തും ബോക്സിനകത്തും എല്ലാം അടിക്കും. പക്ഷെ ഇതിനകത്ത് ഈ വെള്ളം കറക്റ്റായിട്ട് കയറും. നമ്മുടെ ഈ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന പൈപ്പിനകത്ത് വെള്ളം എങ്ങനായാലും നിൽക്കും. അത് നമ്മൾ ഡ്രൈ ആക്കാനായിട്ട് ഒരു ഇലക്ട്രീഷ്യനും നമുക്ക് അത് ചെയ്യാൻ തുനിയത്തില്ല. അതിനകത്തൂടെ വയർ പുള്ളി ചെയ്ത് പോത്തേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് പകുതിയോളം വെള്ളം കാണും. നമ്മുടെ വാളിൽ വെള്ളം നനയ്ക്കുന്ന ഒരു സ്പേസിൽ ആ സമയത്ത് ഇതിനകത്ത് വെള്ളം കയറും. അത് കയറാതെ ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യൻ നമ്മളെ ഉണ്ടെങ്കിൽ, ആ രീതിയിൽ ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ, അതിപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ചെയ്യുന്ന ഫ്ലോറിൽ കൂടെ ചെയ്യുന്ന കോണ്ടിവിട്ടും പ്ലഗുകളും കാര്യങ്ങളും എല്ലാം ഫ്ലോറിൽ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് ഫ്ലോറിൽ ചെയ്യാനുള്ള പല മെറ്റീരിയലുകളും ഗൾഫിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഇലക്ട്രീഷ്യന്മാർ ചെയ്യുന്നത്, നമ്മൾ വാളിൽ കൂടെ ചെയ്യുന്ന പൈപ്പുകൾ തന്നെയാണ് ഫ്ലോറിൽ കൂടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം വരുന്നത് ഫ്ലോറിൽ കൂടെ ചെയ്യുന്നതിനാണ്. നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കും, ലേബർ കോസ്റ്റും കുറയ്ക്കും. പക്ഷേ അത് സേഫ് അല്ല. നമുക്ക് സേഫ് അല്ലാത്ത കാരണം ഇതിനകത്ത് വെള്ളം കയറിയിട്ട് നമ്മൾ വലിക്കുന്ന വയർ പുള്ളി ചെയ്യുന്ന വയറുകൾ വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് കൂടിപ്പോയ ഒരു 6 മാസത്തിനുള്ളിൽ ഈ വയറ് അവിടെ ഇരുന്ന് ഷോർട്ടായി കട്ടാവും. അങ്ങനെ കട്ടായി പോയിട്ട് പിന്നെ നമ്മൾ റീവയറിങ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ആ ഭാഗം എന്ന് പറയാൻ ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത് റീവയറിങ് ചെയ്യേണ്ട പല അവസ്ഥകൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലോറിൽ കൂടെ തന്നെ ചെയ്യുന്നതാണ്. സാറേ കേൾക്കാവോ? ഓക്കെ. സാറേ, നമ്മളിപ്പോ ഒരു പുതിയ മോഡല് ഈ ഹാൻഡ് റെയിലൊക്കെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു പൊട്ടൽ പോലത്തെ ഒരു ഡിസൈൻ ഇല്ലേ? അത് ചിന്നി പോണ പോലത്തെ ഡിസൈൻ. അതെ, അത് ലാമിനേഷന്റെ തന്നെ ഒരു പുതിയൊരു വേർഷനാണ്. അതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതും ഒരു കനം കുറഞ്ഞൊരു ഗ്ലാസ് ആയിരിക്കും സെൻട്രലിൽ കൊടുത്തേക്കുന്നത്. ആ കനം കുറഞ്ഞ ഗ്ലാസിന്റെ രണ്ട് സൈഡിൽ ലാമിനേഷൻ PVD ലാമിനേഷൻ പീസ് വെച്ചിട്ട് പിന്നെ വീണ്ടും ഗ്ലാസ് ഒട്ടിക്കുന്നതാണ്. അത് നമ്മൾ നോർമൽ ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വെച്ചിട്ടാണോ അത് ചെയ്യണം, അല്ലെ അങ്ങനത്തെ ഓൾറെഡി അങ്ങനെ ഉള്ള ഗ്ലാസ് ആണോ അത്? അല്ല, റെഡിമെയ്ഡ് ആയിട്ട് അത് നമ്മൾ ഗ്ലാസ് കൊണ്ടുവരുമ്പോൾ ഇത് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ട് വരുന്നത്. നമ്മൾ സൈറ്റിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഗ്ലാസ് പൊട്ടിക്കുന്നത്. സാറേ ക്ലിയർ ആയി. നമ്മളിപ്പോ പുതിയതായിട്ട് നമ്മള് ഹാൻഡ് റെയിൽ മേളിലേക്ക് സ്റ്റെയർ ഒക്കെ ഉണ്ടായിരുന്നേ ആളിന്. അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച പിള്ളേരൊക്കെ ഉള്ള അപ്പൊ ഡേഞ്ചർ ആണോ, കുഴപ്പമുണ്ടോ? ഇല്ലില്ല, അതിന് ഡേഞ്ചർ വരുന്നില്ല. ആ ഗ്ലാസ് പൊട്ടുന്നത് 2 ഗ്ലാസുകളുടെ നടുക്കാൻ നിൽക്കുന്നത്. അത് ഒരു പ്രാവശ്യം ഡേഞ്ചർ അല്ല. അതിന്റെ മുകളിൽ കൂടി എൻഡ് ഭാഗങ്ങളിൽ എപ്പോഴും ഒരു സിലിക്കോണിന്റെ ഒരു കോട്ടിങ് അടിച്ചിട്ടുണ്ടാവും. അതിന്റെ കോർണർ പോയിന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പിന്നെ എന്തെങ്കിലും മെറ്റൽ വെച്ചിട്ട് ഞങ്ങൾ പൊട്ടിക്കുന്നത്. അത് ഞങ്ങൾ പൊട്ടിച്ച് കഴിയുമ്പോൾ ആ സൈഡ് ഞങ്ങൾ സിലിക്കോൺ വെച്ച് കവർ ചെയ്യുകയും ചെയ്യും. കൈയൊന്നും ടച്ച് ആവില്ല, ഒരിക്കലും കൈ മുറിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഏകദേശം 10:30 10:45 നമുക്കപ്പോൾ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം.
മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ മീറ്റിംഗിൽ നമ്മുടെ ഹോസ്റ്റഡായിട്ട് പ്രസന്റ് ചെയ്ത ജെയ്സി സാറിനോടും സജീവ് സാറിനോടും പ്രേംകുമാർ സാറിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.